ബ്രസീലിന്റെ മിഷിഹായും മാലാഗയും പിന്നെ അവരുടെ സംഘവും കളിക്കളത്തിൽ നിറഞ്ഞാടിയതും തുടരെ കപ്പുകൾ ഉയർത്തിയതും ലോകം കണ്ടതാണ്. 2024 കോപ്പ അമേരിക്ക ഫൈനൽ മത്സരം ചങ്കിടിപ്പോടെയാകാം ഫുട്ബോൾ പ്രേമികൾ കണ്ടുതീർത്തത്. കാരണം പരിക്കേറ്റ് കളിക്കളത്തിൽ തുടരാൻ സാധിക്കാതെ മെസ്സി പുറത്തിരുന്നപ്പോൾ അവിടെ പ്രതീക്ഷകൾ അസ്തമിച്ചോ എന്നൊരു ഭയം ആരാധകർക്കുണ്ടായിരുന്നു. എന്നാൽ അധിക സമയത്ത് പകരക്കാരനായി ഇറങ്ങിയ ലൗതാരോ മാർട്ടിനസ് 112-ാം മിനിറ്റിൽ അർജന്റീനയുടെ വിജയ ഗോൾ നേടിയപ്പോൾ അവിടെ വീണ്ടും ചരിത്രം പിറന്നു. ആ ഗോൾ മിഷിഹായെയും ടീമിനെയും ഒന്നാമതാക്കി. ഇന്നിപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ റാങ്കിങ്ങിൽ വീണ്ടും 1-ാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് അർജന്റീന. ആരാധകർ ഈ നിമിഷം ആഘോഷമാക്കുന്ന കാഴ്ചകൾ സമൂഹ മാധ്യമങ്ങളിലും കാണാം. അതേസമയം മറ്റൊരു ടീം ആരാധകർ ഒരുപക്ഷെ ഇപ്പോൾ വിങ്ങിപ്പൊട്ടുകയാകും. കാരണം ഒരു കാലത്ത് ആരാലും തകർക്കാൻ സാധിക്കാത്ത ഇതിഹാസങ്ങൾ പിറവികൊണ്ട ആ ടീം ഇന്ന് റാങ്കിങ്ങിൽ വീണ്ടും താഴേക്ക് പോയിരിക്കുകയാണ്. അതെ, പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, ബ്രസീലിനെ കുറിച്ച് തന്നെ. പുതിയ റാങ്കിങ്ങിൽ മഞ്ഞപ്പട 5-ാം സ്ഥാനത്താണ്. അതേസമയം കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തിയതോടെയാണ് ലയണൽ മെസ്സിയും സംഘവും 1-ാമത് തുടരുന്നത്. 1901 പോയിന്റോടെയാണ് അർജന്റീന 1-ാമത് തുടരുന്നത്. യൂറോ കപ്പിന്റെ സെമിയിലെത്തിയ ഫ്രാൻസ് 2-ാം സ്ഥാനത്താണ്. 1854 പോയിന്റാണ് ഫ്രഞ്ച് സംഘത്തിനുള്ളത്. യൂറോ കപ്പിൽ ചാമ്പ്യന്മാരായ സ്പെയിൻ 5 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 3-ാമതെത്തി. 1835 പോയിന്റോടെയാണ് സ്പെയിൻ 3-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. യൂറോ കപ്പിന്റെ ഫൈനൽ കളിച്ച ഇംഗ്ലണ്ട് 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് 4-ാം സ്ഥാനത്തെത്തിയത്. കോപ്പ അമേരിക്കയുടെ ക്വാർട്ടറിൽ പരാജയപ്പെട്ട ബ്രസീൽ ഒരു സ്ഥാനം താഴോട്ടിറങ്ങി. പുതിയ റാങ്കിങ്ങിൽ മഞ്ഞപ്പട 5-ാം സ്ഥാനത്തേക്ക് വീണപ്പോൾ ആരാധകരെയും അത് നിരാശപ്പെടുത്തി. ബെൽജിയം, നെതർലാൻഡ്സ്, പോർച്ചുഗൽ, കൊളംബിയ, ഇറ്റലി തുടങ്ങിയ ടീമുകളാണ് ആദ്യ 10-ലുള്ള മറ്റ് രാജ്യങ്ങൾ. കോപ്പയിലെ സെമി ഫൈനലിസ്റ്റുകളായ ഉറുഗ്വേ 3 സ്ഥാനം മെച്ചപ്പെടുത്തി 11-ാം സ്ഥാനത്തെത്തി. ക്രൊയേഷ്യ, ജർമ്മനി, മൊറോക്കോ, സ്വിറ്റ്സർലാൻഡ് എന്നിവർ യഥാക്രമം 12 മുതൽ 15-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനത്തിന് മാറ്റമില്ല. കഴിഞ്ഞ ജൂണിൽ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ 3-ാം റൗണ്ടിലേക്ക് കടക്കാൻ കഴിയാതിരുന്നതോടെ ഇന്ത്യ 124-ാം സ്ഥാനത്തേക്ക് വീഴുകയായിരുന്നു. പുതിയ റാങ്കിങ്ങിലും ഇന്ത്യ ഇതേ സ്ഥാനത്ത് തുടരുകയാണ്. അതേസമയം ഏഷ്യൻ റാങ്കിങ്ങിൽ 22-ാം സ്ഥാനത്താണ് ഇന്ത്യ. എന്തായാലും കോപ്പയിലും യൂറോയിലും മിന്നും പ്രകടനം കാഴ്ചവെച്ചവർ ഫിഫ റാങ്കിങ്ങിൽ മികച്ച സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ബ്രസീൽ ആരാധകർ നിരാശയിലാണ്. ബ്രസീൽ പഴയ പ്രതാപത്തിലേക്ക് ഇനി തിരിച്ചെത്തുമോ എന്നതാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ആരാധകരുടെ ആ കാത്തിരിപ്പ് വിഫലമാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം.